മക്കൾ ഈ പാട്ട് കേൾക്കുന്നത്. ഇനി അവിടുന്ന് അവർ സ്പെയിനിലെ കാളപ്പോരിലെ കാള ചോപ്പ് കണ്ടതുമായി ഇവർക്ക് വിരൽ പിടിക്കാണ് പാട്ട് കേട്ടാൽ. സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് കേട്ടാൽ സഖാക്കൾക്ക് ഭ്രാന്ത് പിടിക്കാണ്, നട്ടഭ്രാന്ത് പിടിക്കാണ്. അങ്ങനെയാണ് പിണറായി കേസെടുത്തത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സെൽഫ് ഗോൾ എന്ന് പറയുന്നത് 94 ലോകകപ്പിൽ, ഇവിടെ ഫുട്ബോൾ ആരാധകർക്ക് അറിയുന്നുണ്ടാവും, 94 അമേരിക്കയിൽ നടന്ന ലോകകപ്പിൽ കൊളംബിയയുടെ ഒരു കളിക്കാരനായിരുന്നു ആന്ദ്രെ എസ്കോബാർ. ആർക്കെങ്കിലും അറിയോ? ആന്ദ്രെ എസ്കോബാർ അമേരിക്കക്കെതിരെ ഒരു സെൽഫ് ഗോൾ അടിച്ചു. അതാണ് ലോകത്തെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള സെൽഫ് ഗോൾ. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? ആ സെൽഫ് ഗോൾ കഴിഞ്ഞപ്പോ കൊളംബിയയിലേക്ക് തിരിച്ചുപോയ ആന്ദ്രെ എസ്കോബാറിനെ അവിടുത്തെ ഡ്രഗ് കാർട്ടൽസ് ഒരു പബ്ബിൽ വെച്ച് വെടിവെച്ചു പോയി. കാരണം രാജ്യത്തെ ലോകകപ്പിൽ പരാജയപ്പെടുത്തി. അങ്ങനെ ലോകത്തെ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള സെൽഫ് ഗോളായിട്ട് നമ്മൾ വിലയിരുത്തുന്നത് ആന്ദ്രെ എസ്കോബാറിന്റെ സെൽഫ് ഗോൾ ആണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പൊ വിലയിരുത്തുന്നത് അത് പിണറായി വിജയന്റെ സെൽഫ് ഗോളാണ്. ഈ പാട്ടിനെതിരെ കേസെടുക്കുന്നത് തിരിച്ചടിച്ചില്ലേ? മക്കൾ ആദ്യം ഈ പാട്ട് മാത്രമേ കേട്ടത്. ഇപ്പോ ഈ കേസെടുത്തതിന് ശേഷം യൂറോപ്പിലെ പബ്ബിൽ ഡാൻസ് ചെയ്യുന്നത് കുട്ടികൾ ഈ പാട്ട് വെച്ചിട്ടാ. ഗൾഫിലെ മക്കൾ ഡ്രൈവ് ചെയ്യുമ്പോ കാറിൽ ഈ പാട്ട് വെച്ചിട്ടാ പോകുന്നത്. നാട്ടിൽ മുഴുവൻ ഇപ്പൊ ഈ പാട്ടായി മാറി. കേരളത്തിൽ ഒരു പക്ഷേ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമാ ഗാനത്തിന് പോലും ഇത്രയും പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല, പ്രചാരം കിട്ടിയിട്ടില്ല. അതുപോലെയാണ് ഈ പാട്ട് കയറിയിട്ടത്. കാരണം എന്താ? ഈ പാട്ടിൽ ജീവിതമുണ്ട്. നമ്മൾ പറയാറില്ലേ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ ജീവിതമുണ്ടെന്നൊക്കെ പറയാറില്ലേ, രവീന്ദ്ര മാസ്റ്റർ സംഗീതത്തിൽ അല്ലെ, കട്ടൻ ചായ, ജോൺസൺ മാസ്റ്റർ പാട്ട്, ആഹാ എന്ന് പറയുന്ന പോലെ ഈ പാട്ടിലൊരു സൗന്ദര്യമുണ്ട്. എന്താ പാട്ടിലെ സൗന്ദര്യം? ഒരു സത്യമുണ്ട്. ആ കവിതയിൽ ഒരു സത്യമുണ്ട്. സ്വർണം കെട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞ സത്യമല്ലേ? 100% സത്യമല്ലേ?